മുന്നേറ്റങ്ങളുടെ കാലങ്ങളിലാണ് ടീം UDF എന്നതിനാൽ ആത്മവിശ്വാസത്തിൻ്റെ നിറവിലുമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നേരെ പ്രതിയോഗികൾ തൊടുത്തുവിടുന്ന അപവാദ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയ ഇകഴ്ത്തലുകളും ഒന്നും വിലപ്പോകുന്നില്ല എന്ന് മാത്രമല്ല, ജനകീയമായ സപ്പോർട്ടുകൾ വർദ്ധിച്ചു വരികയാണ് ടീം UDFന്. രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുന്നേറ്റങ്ങളിൽ അതീവ തൽപരരാണ് എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക പരിഗണന കൂടി കേരളത്തിന് നൽകി അവരുടെ പ്രത്യേക നിരീക്ഷണം കേന്ദ്രീകരിക്കുകയാണ് കേരളത്തിലേക്ക്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാനിരിക്കെ ടീം UDF അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്ക് തീവ്രത കൂട്ടിയിരിക്കുകയാണ്. ജില്ലാതല ബൂത്ത് തല പരിശീലന പരിപാടികൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് മുസ്ലിം ലീഗും VD സതീശനും നടന്ന ചർച്ചയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും മുന്നിൽ വെച്ചായിരുന്നു ചർച്ച. ഇവിടെ മുന്നിലുള്ളത് UDF ഒറ്റ പാർട്ടിയായി പ്രവർത്തിക്കുമെന്ന VD സതീശൻ്റെ നയത്തെ തന്നെയാണ്. അതിനെ പൂർണ്ണമായും പിന്താങ്ങിക്കൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി ഉറച്ചു നിന്നു. നവംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ 2026 നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായി ടീം UDFൽ ഉഭയകക്ഷി ചർച്ചകൾ ജനുവരിയോടുകൂടി ത്വരിതപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനോടൊപ്പം തന്നെ വിവിധ കക്ഷികൾ മത്സരിക്കുന്ന സീറ്റ് ധാരണയും നടത്തും എന്നാണ് അറിയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിക്കുന്നതിന് മുറയ്ക്ക് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ സാധിക്കുന്ന തീരുമാനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതും ഇപ്പോൾ തന്നെ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 90-ലേറെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക ഒരുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ കോൺഗ്രസ്. തങ്ങളുടെ 90-ലേറെ സീറ്റുകളിലെ നിലവിലെ MLAമാരെ ഉൾപ്പെടെ 1500-ലേറെ സ്ഥാനാർത്ഥികളെ ആദ്യ പട്ടികയിൽ വരുമെങ്കിലും അതിൽ നിന്നും സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ സ്ഥാനാർത്ഥി നിർണയം നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് ടീം UDF. മിക്കതിലും ഏതാണ്ട് 56ഓളം സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കും. അത് സംസ്ഥാന സമിതികളിൽ ചർച്ച ചെയ്തതിന് ശേഷം ഓരോ സീറ്റിലേക്കും കൃത്യമായ നിർണയം നടത്തുകയും ചെയ്യും. ജയം കൃത്യമായി ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെയും മണ്ഡലങ്ങളെയും മാറ്റി നിർത്തി സാധ്യതാ സീറ്റും തീരെ സാധ്യതയില്ലാത്ത സീറ്റുകളും ഫോക്കസ് ചെയ്തുകൊണ്ട് അത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവും വെച്ചുകൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് അവിടെ നുഴഞ്ഞു കയറി ലക്ഷ്യം കാണുക എന്ന തന്ത്രപ്രധാനമായ നീക്കങ്ങളും അണിയറയിൽ ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് AICC തലത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് സഹായകരമാകും എന്നാണിപ്പോൾ കരുതുന്നത്. കേരളത്തോടൊപ്പം തമിഴ്നാട്ടിലും അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുക ഇക്കാലയളവിൽ തന്നെ ആയിരിക്കും. അസമിൽ തിരഞ്ഞെടുപ്പ് മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും. ഈ സാഹചര്യത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മറ്റ് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി വ്യാപൃതമാകുമെന്നതിനാൽ കേരളത്തിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വയനാട് MP പ്രിയങ്ക ഗാന്ധി ആയിരിക്കും കേരളത്തിൽ ചുക്കാൻ പിടിക്കുക. പ്രിയങ്ക വയനാട് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം തൻ്റെ മണ്ഡലത്തിൽ അവർ ഇടപെട്ട ജനകീയ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ രാജ്യം ചർച്ച ചെയ്തതാണ്. വയനാട് ദുരന്തബാധിതരുടെ കാര്യത്തിലും വന്യമൃഗശല്യത്തിൻ്റെ കാര്യത്തിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും എന്തിനേറെ ഏറ്റവും അടിസ്ഥാന വർഗക്കാരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും MP എന്നതിലപ്പുറം ഒരു സഹോദരിയുടെ ഒരമ്മയുടെ മനോഭാവത്തോടെ നിലകൊണ്ടത് ജനം തിരിച്ചറിഞ്ഞതാണ്. ഇന്ത്യയെ പൊതിഞ്ഞ് സംരക്ഷിച്ച ശക്തരായ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ പിന്മുറക്കാരി പ്രിയങ്ക ഗാന്ധി നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലെത്തി ഈ ജനത്തെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ അത് ജനത്തിൻ്റെ ആത്മവിശ്വാസത്തിന് ഊർജം പകരും എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പ്രിയങ്ക ഗാന്ധി പ്രധാന പങ്ക് വഹിക്കുമെന്നത് പ്രവർത്തകരിലും ആവേശമുണർത്തുന്ന കാര്യമാണ്. ഇതിന് പുറമെ വടക്കൻ കേരളത്തിലും പ്രചരണത്തിൽ ചുക്കാൻ പിടിക്കുന്നത് പ്രിയങ്ക തന്നെ ആയിരിക്കും. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പ്രിയങ്കയുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധി ഏതാണ്ട് 10 ദിവസത്തോളം കേരളത്തിൽ തങ്ങി പ്രവർത്തകർക്കും അണികൾക്കും ആവേശം പകരും എന്നതിനാൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. രാഹുലും പ്രിയങ്കയും
പുറമെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മറ്റ് മുതിർന്ന ദേശീയ നേതാക്കളും അടക്കം കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് അറിയുന്നത്. ഇതെല്ലാം കൃത്യതയോടെ പോകുന്നു എന്നത് ഉറപ്പിക്കാൻ KPCC തലത്തിൽ പ്രത്യേക സെൽ ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. AICCയുടെ തീരുമാനപ്രകാരം കോൺഗ്രസിൻ്റെ താഴേത്തട്ട് മുതൽ പുനർജീവനത്തിൻ്റെ പുതിയ മുഖം രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന വിവിധ പദ്ധതികളിലും രാഹുൽ ഗാന്ധി നേരിട്ട് പങ്കെടുക്കുകയും അത് തിരഞ്ഞെടുപ്പിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്ന രീതിയിൽ ഏകോപനം വന്നു കഴിഞ്ഞു. കോൺഗ്രസിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ പ്രവർത്തകർക്കിടയിലും അണികൾക്കിടയിലും അടിമുടി ഉണർവിൻ്റെ ദിനങ്ങളായിരിക്കും ഇനി. കുടുംബങ്ങൾ സന്ദർശിച്ച് അവരോട് വ്യക്തിബന്ധം സൂക്ഷിച്ച് അവരോട് ഇഴുകിച്ചേർന്ന് തൻ്റെ സ്വസിദ്ധമായ ഇടപെടലിലൂടെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രിയങ്ക മാജിക് കേരളത്തിൽ ഒരു പുതിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുക. അത് ടീം UDFിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്നത് മാത്രമല്ല, ഹൃദയപക്ഷത്തോട് UDFിനെ ചേർത്ത് പിടിക്കാൻ ജനത്തിന് ബോധം ജനിപ്പിക്കുകയും ചെയ്യും. തദ്ദേശ തിരഞ്ഞെടുപ്പും 2026 നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും കോൺഗ്രസിനും UDFിനും നേട്ടങ്ങളുടെ തിരഞ്ഞെടുപ്പാകുമെന്നതിൽ ഒരു സംശയവുമില്ല. അരയും തലയും മുറക്കി കച്ചകെട്ടി കളത്തിലിറങ്ങുന്ന ടീം UDFിൻ്റെ വിജയം സുനിശ്ചിതമാക്കാൻ അണിയറയിൽ ഒരുക്കങ്ങൾ തകൃതിയാവുന്നു. പ്രിയങ്ക മാജിക്കിനായി കേരളം കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.